നമ്മുടെ ശരീരത്തിൽ എത്ര ബോണുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 206 കുറച്ചു പേർക്കെങ്കിലും ഇതൊക്കെ അറിയായിരിക്കും. എന്നാൽ ഒരു കുഞ്ഞ് അമ്മയുടെ യൂട്രസിൽ ഉണ്ടാകുന്ന സമയം അല്ലെങ്കിൽ വളരുന്ന സമയം, പൂർണ്ണ വളർച്ച എത്തുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ എത്ര ബോണുകൾ ഉണ്ടാകും? അത് 300-ൽ പരമാണ്. അതായത് 300-ലധികം ബോണുകളാണ് ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ ആദ്യം ഉണ്ടാകുന്നത്. എന്നാൽ ആ കുഞ്ഞ് വളർന്ന് അഡൽട്ട് ആയി മാറുമ്പോൾ അത് ചുരുങ്ങി 206 മാറുന്നു. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഇതിൽ പല ബോണുകളും പരസ്പരം ജോയിൻ ചെയ്ത് സിംഗിൾ ബോണുകളായി മാറുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളൊരു അഡൽട്ട് മാൻ ആയി മാറുമ്പോൾ അവിടെ നമുക്കൊരു 206 ബോണുകളാണ് ഉണ്ടാകുന്നത്. എക്സാക്ട്ലി ഇത്രയും തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോണാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, എന്നാൽ ബാക്കിയുള്ളവ ഇമ്പോർട്ടന്റ് അല്ലേ? ആണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോണായിട്ടുള്ള സ്റ്റേപ്പിസിൽ തുടങ്ങി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബോണായിട്ടുള്ള ഫീമർ വരെ എല്ലാ ബോണുകളും നമുക്ക് വളരെ ഇമ്പോർട്ടന്റും വളരെ എസെൻഷ്യലുമാണ്. ഇതിൽ ഒരു ബോണും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേണത്തെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ സ്റ്റേണം എന്ന് പറയുന്നത്? നമ്മുടെ ചെസ്റ്റിന്റെ സെന്റർ ആയിട്ട് കാണുന്ന ബ്രസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്ന ഒരു ബോണാണിത്. നിങ്ങൾക്കറിയാൻ പറ്റും. ഈ ഒരു പിക്ചറിൽ നോക്കൂ. ഇവിടെ ഈ ടോപ്പ് ഇവിടെ മുതൽ തുടങ്ങി ഇതുവരെ എൻഡ് ചെയ്യുന്ന ഈ ഒരു ബോണിനെയാണ് നമ്മൾ സ്റ്റേണം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റേണത്തിന്റെ കംപ്ലീറ്റ് അനാട്ടമി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഈ ക്ലാസ് ആർക്കാണ് യൂസ്ഫുൾ ആകുക എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും ഇപ്പോൾ. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷനിലെ ഏതൊരു കോഴ്സും പഠിക്കുന്ന വളരെ ചെറുതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ മുതൽ ഡോക്ടർ ആകാൻ പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ എല്ലാ സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് നഴ്സിംഗ് സ്റ്റുഡൻസിന് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു അനാട്ടമി ക്ലാസ് ആണ് അത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോണാണ് സ്റ്റേണം. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സ് ഒന്ന് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. എന്താണ് സ്റ്റേണം? ഇവിടെ നോക്കൂ, ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നമുക്ക് അതിന്റെ ലൊക്കേഷനെ കുറിച്ച് പഠിക്കാം. സ്റ്റേണം ഇസ് ദ ഫ്ലാറ്റ് ബോൺ. നമ്മളൊരു എക്സാമിന് എഴുതുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതിന്റെ അനാട്ടമി എന്ന് പറയുമ്പോൾ എവിടെ കാണുന്നു, എങ്ങനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, എന്തൊക്കെ പാർട്ടുകളുണ്ട്, ഏത് ഷേപ്പാണ് എന്നുള്ളതെല്ലാം നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് കഴിഞ്ഞാണ് നമ്മൾ അതിന്റെ ഓരോ ചെറിയ ചെറിയ പാർട്ടുകളിലോട്ട് പോകുന്നത്. ഇവിടെ നോക്കൂ, സ്റ്റേണം ഈസ് എ ഫ്ലാറ്റ് ബോൺ ഫോമിംഗ് ദ ആന്റീരിയർ മീഡിയൻ പാർട്ട് ഓഫ് ദ thoracic skeleton. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ബോണുകളും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് സ്കെൽറ്റൻ സിസ്റ്റം എന്ന്. അതിൽ ഓരോ ശരീരഭാഗത്തുമുള്ള സ്കെൽറ്റനെ നമ്മൾ തൊറാസിക് സ്കെൽറ്റൻ, തലയിൽ നമ്മുടെ ബ്രെയിൻ കവർ ചെയ്ത് വരുന്നത് സ്കള്ള്, അങ്ങനെ അപ്പർ ലിംസ്, ലോവർ ലിംസ്, അങ്ങനെ നമ്മൾ ഓരോ പാർട്ടുകളായിട്ട് തിരിക്കാറുണ്ട്. അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ, ആക്സിയൽ സ്കെൽറ്റൻ ഇങ്ങനെയൊക്കെ തരംതിരിക്കാറുണ്ട്. ഇതിൽ തൊറാസിക്കിന്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് വരുന്ന സ്കെൽറ്റനിലുള്ള ഒരു സെന്റർ ബോൺ, ആന്റീരിയർ മീഡിയൻ പാർട്ട്. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ളത്, മീഡിയൻ എന്ന് പറഞ്ഞാൽ സെന്റർ ആയിട്ടുള്ളത്, മിഡിൽ ആയിട്ടുള്ള ഒരു ബോണാണ് സ്റ്റേണം. ഇതൊരു ഫ്ലാറ്റ് ബോണാണ്. ഇറ്റ് റിസംബിൾസ് ആസ് എ ഷോർട്ട് സ്വേർഡ്. ഒരു ചെറിയൊരു വാള് പോലെ. സ്വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വാള്. പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള വാളുണ്ടല്ലോ. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ബാഹുബലി സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വാൾ, അല്ലെ? ഏകദേശം ആ ഒരു ബാഹുബലിയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ചെറിയൊരു വാളിന്റെ ഷേപ്പാണ്, ഈ സ്വേർഡിന്റെ ഷേപ്പാണ് സ്റ്റേണത്തിനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ അനാട്ടമിസ്റ്റുകൾക്കൊക്കെ അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് അവർ ഇതവിടെ അങ്ങനെ പറഞ്ഞത്. അപ്പൊ സ്റ്റേണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലാറ്റ് ബോൺ ആണ്. തൊറാസിക് സ്കെൽറ്റന്റെ ആന്റീരിയൽ മീഡിയൻ പാർട്ടാണ്. ഇതിന്റെ ഷേപ്പ് ഷോർട്ട് സ്വേർഡിന്റെ ഷേപ്പാണ്. അപ്പർ പാർട്ട് കറസ്പോണ്ടിങ് ടു ദ ഹാൻഡിൽ ഈസ് കോൾഡ് മാനുബ്രിയം. നമ്മൾ ഇതൊരു വാളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്വേർഡായിട്ട് നമ്മൾ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹാൻഡിൽ, സ്വേർഡിന് അവിടെ കൈ പിടിക്കാനുള്ള സ്ഥലം ഉണ്ടാകും, അല്ലെ? അതാണ് നമ്മുടെ ഈ ഒരു ഭാഗം. ഇതാണ് മാനുബ്രിയം എന്നറിയപ്പെടുന്ന part. It's very very important. 1 word question, 5 mark question, even 10 mark essay പോലും ചോദിക്കാവുന്നതും എന്നാൽ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ നോളജിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എന്താണ് മാനുബ്രിയം? അപ്പർ പാർട്ട് ഓഫ് ദ
sternum is called manubrium. The middle part resembling the blade, അതായത് നമ്മുടെ സ്വേർഡിന്റെ വാളിന്റെ ബ്ലേഡ് ഭാഗമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു മിഡിൽ പാർട്ട് ഇവിടെ ഉണ്ട്. ഇതിനെ എന്ത് പറയുന്നു? ഇതിനെയാണ് ബോഡി ഓഫ് ദ സ്റ്റേർണം എന്ന് പറയുന്നത്. അപ്പർ പാർട്ട് കോൾഡ് മാനുബ്രിയം, മിഡിൽ പാർട്ട് കോൾഡ് ദ ബോഡി ഓഫ് സ്റ്റേർണം ഓർ ഗ്ലാഡിയോലസ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇന്റർനാഷണലി ഉള്ള ബുക്സുകളിൽ ഇങ്ങനെ ഒരു പേര് കൂടെ കൊടുക്കാറുണ്ട്, ഗ്ലാഡിയോലസ് എന്നും കൂടെ പറയാറുണ്ട്. ലോവസ്റ്റ് ചെറിയൊരു, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റേർണത്തിന്റെ എൻഡിൽ ഒരു ചെറിയൊരു ടാപ്പറിംഗ് പാർട്ട് കാണപ്പെടുന്നു. ആ ഒരു സ്വേർഡിന്റെ എൻഡ് പോയിന്റ്, ഒരു വാളെന്ന് പറയുമ്പോൾ അതിന്റെ ടിപ്പായിട്ട് ഒരു ചെറിയൊരു കൂർത്ത ഒരു ഷാർപ്പ് പോയിന്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റേർണത്തിനും ഇവിടെ ഒരു ടാപ്പറിംഗ് പാർട്ടുണ്ട്. അതിനെ എന്താണ് വിളിക്കുന്നത്? സിഫോയിഡ് പ്രോസസ്. എന്താന്ന് പറയുന്നത്? സിഫോയിഡ് പ്രോസസ് അല്ലെങ്കിൽ സിഫിസ്റ്റേർണം എന്ന് വിളിക്കുന്നു. The sternum is about 17 centimeter long. It is longer in males than females. It's very very important. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? സ്റ്റേർണത്തിന്റെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇതൊരു ഫ്ലാറ്റ് ബോൺ ആണെന്ന് പറഞ്ഞു. എവിടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു? ആന്റീരിയർ മീഡിയൻ പാർട്ടിൽ, തൊറാസിക് സ്കെൽറ്റന്റെ ആന്റീരിയർ മീഡിയൻ പാർട്ടിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇത് എന്തുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു? ചെറിയൊരു സ്വേർഡ് പോലെ, ഒരു ചെറിയൊരു വാള് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ ഈ സ്റ്റേർണത്തിനെ നമ്മൾ 3 പാർട്ടുകളായി തിരിച്ചു. അപ്പർ പാർട്ട്, മിഡിൽ പാർട്ട്, ലോവസ്റ്റ് പാർട്ട്. ഇതിൽ അപ്പർ പാർട്ടിനെ മാനുബ്രിയം എന്നും, മിഡിൽ പാർട്ടിനെ ബോഡി ഓഫ് ദ സ്റ്റേർണം എന്നും, ലോവസ്റ്റ് പാർട്ടിനെ സിഫോയിഡ് പ്രോസസ് അല്ലെങ്കിൽ സിഫിസ്റ്റേർണം എന്നും പറയുന്നു. ഇതിൽ ഓരോ പാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെഷ്യലി സിഫോയിഡ് പ്രോസസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ ഗിവിംഗ് CPR. നമ്മളൊരു പേഷ്യന്റ് ശ്വസിക്കാതെ അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാതെ അല്ലെങ്കിൽ പൾസ് ഇല്ലാതെ മാറുന്ന സമയത്ത്, അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത്, അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് CPR കൊടുത്ത് ആ പേഷ്യന്റ് നമ്മൾ ട്രൈ ചെയ്യും, ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്യും. ആ സമയത്ത് നമുക്ക് ഈ സിഫോയിഡ് പ്രോസസ് അല്ലെങ്കിൽ സിഫിസ്റ്റേർണത്തിന്റെ ലൊക്കേഷൻ എക്സാക്ട്ലി മനസ്സിലാക്കണം. അത് എന്തിനാണെന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം. ഇനി ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്റ്റേർണത്തിന്റെ വലിപ്പം എത്രയെന്ന് ചോദിച്ചാൽ ഏകദേശം, എക്സാക്ട്ലി അല്ല, ഏകദേശം ഒരു 17 സെന്റിമീറ്റർ ആണ് ലെങ്ത്. ഇനി നിങ്ങൾക്കറിയാമായിരുന്നോ, പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ സ്റ്റേർണത്തിന്റെ സൈസ് വ്യത്യാസമാണ്. പുരുഷന്മാരിൽ സ്ത്രീകളെക്കാൾ സെയിം ഏജിലുള്ള പുരുഷന്മാരെ നമ്മൾ സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്താൽ അവരിൽ പുരുഷന്മാരിൽ ഈ ഒരു സ്റ്റേർണത്തിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായി കാണപ്പെടുന്നു സ്ത്രീകളെക്കാൾ. യു അണ്ടർസ്റ്റുഡ്? നമുക്കിനി അതിന്റെ ഓരോ പാർട്ട്, ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളിവിടെ പറഞ്ഞ 3 പാർട്ടും, ഓരോ പാർട്ടും എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഈ ഓരോ പാർട്ടിലും അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ഇന്ന് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ പോലും സാരമില്ല, ചെറിയൊരു ടോപ്പിക്ക് പഠിച്ചാൽ മതി. ബട്ട് when you are studying, you have to study very detailedly. ആ ഒരു ചെറിയ ടോപ്പിക്കിൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിക്കണം. അതിൽ ബാലൻസ് ഇട്ട് ചുരുക്കി കുറച്ച് മാത്രം പഠിച്ചു പോകുന്നതുകൊണ്ട് യാതൊരു ഗുണവും പിന്നീട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ അതുകൊണ്ട് ഉണ്ടാകത്തില്ല. സോ here in our classes we will not do like that. We will do very detailed classes. I'll give very detailed explanation. ഇവിടെ നമുക്ക് ആദ്യം സ്റ്റേർണത്തിന്റെ ഫസ്റ്റ് പാർട്ട്, ദ അപ്പർ പാർട്ട് നോൺ ആസ് മാനുബ്രിയം, മാനുബ്രിയത്തിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ മാനുബ്രിയം ഇസ് എ ക്വാഡ്രിലാറ്ററൽ ഇൻ ഷേപ്പ്. അതായത് ഇത്രയും പാർട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു ജോയിന്റ്, ഈ ഒരു ഭാഗം വരെയുള്ള മാനുബ്രിയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മാനുബ്രിയത്തിൽ ഈ ഒരു പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 സൈഡുകൾ ഉള്ളതായിട്ട്, ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ട് നമുക്ക് തോന്നാം. എക്സാക്ട്ലി അല്ല, ഏകദേശം ഒരു ക്വാഡ്രിലാറ്ററൽ സൈഡ് പോലെ, ഷേപ്പ് പോലെ നമുക്ക് തോന്നുന്നു. ഇറ്റ് ഈസ് ദ തിക്കസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, തിക്കസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റേർണം. ടോട്ടലി ഉള്ള സ്റ്റേർണത്തിന്റെ ഏറ്റവും തിക്കസ്റ്റും ഏറ്റവും സ്ട്രോങ്ങസ്റ്റുമായിട്ടുള്ള പാർട്ട് എന്നറിയപ്പെടുന്നത് മാനുബ്രിയമാണ്. യു അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, ഈ മാനുബ്രിയത്തിന് എത്ര സർഫസുകളുണ്ട്, എത്ര ബോർഡറുകളുണ്ട്? ഇനി നമുക്ക് ആ ഓരോ ബോർഡറും സർഫസും വെച്ചിട്ടാണ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാനുബ്രിയത്തിന് 2 സർഫസ്, ആന്റീരിയർ സർഫസും
പോസ്റ്റീരിയർ സർഫസും. എന്താണ് ഈ ആന്റീരിയർ സർഫസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഫ്രണ്ട് സൈഡുമുണ്ട്, ബാക്ക് സൈഡുമുണ്ട് അല്ലെ നമ്മുടെ ശരീരത്തിന്. അതുപോലെ ഈ മാനുബ്രിയത്തിനും ഫ്രണ്ട് ഒരു സർഫസും ഉണ്ട്, ബാക്ക് ഒരു സർഫസും ഉണ്ട്. അതിനെയാണ് ആന്റീരിയർ സർഫസ് എന്നും പോസ്റ്റീരിയർ സർഫസ് എന്നും പറയുന്നത്. ഇനി മാനുബ്രിയത്തിന് എത്ര ബോർഡർ ഉണ്ട്? 4 ബോർഡർ ഉണ്ട്. അതായത് സുപ്പീരിയർ ബോർഡർ, ഇൻഫീരിയർ ബോർഡർ, 2 lateral border. This is superior border, this is inferior border, this is 2 lateral border. അങ്ങനെ 4 ബോർഡറും 2 സർഫസും അടങ്ങിയ തിക്കസ്റ്റും സ്ട്രോങ്ങസ്റ്റുമായിട്ടുള്ള സ്റ്റേണത്തിന്റെ പാർട്ട്, നമ്മുടെ ശരീരത്തിലെ അല്ല പറഞ്ഞത്, സ്റ്റേണത്തിന്റെ ഏറ്റവും തിക്കസ്റ്റും സ്ട്രോങ്ങസ്റ്റുമായിട്ടുള്ള പാർട്ടാണ് സ്റ്റേണത്തിന്റെ മാനുബ്രിയം എന്ന് പറയുന്നത്. ഇതിന് 4 സൈഡുകൾ കാണപ്പെടുന്നു, അതുകൊണ്ട് ഇതിനെ ക്വാഡ്രിലാറ്ററൽ ഷേപ്പ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ആന്റീരിയർ സർഫസിന്റെ പ്രത്യേകത നോക്കാം. ആന്റീരിയർ സർഫസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഫ്രണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കോൺവെക്സ് ഷേപ്പ്. എന്താണ് ഈ കോൺവെക്സ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ് കോൺകേവ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ് മുതൽ പലതരത്തിലുള്ള ലെൻസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നതല്ല. ഈ ഒരു 8ാം ക്ലാസ് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ സിലബസ് എല്ലാം അപ്ഡേറ്റ് ആയപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു. ഇങ്ങനെയുള്ള ലെൻസിനെ കോൺവെക്സ് എന്നും, അതായത് അതിന്റെ സർഫസ് ഇങ്ങനെ പുറത്തോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ലെൻസിനെ കോൺവെക്സ് എന്നും, ലെൻസിന്റെ സർഫസ് അകത്തോട്ട് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് കാണുന്നതിനെ കോൺകേവ് ലെൻസ് എന്നുമാണ് നിങ്ങൾ പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മാനുബ്രിയത്തിന്റെ ഈ ആന്റീരിയർ സർഫസ് ഈ ഭാഗം പുറത്തോട്ട് പ്രൊജക്ട് ചെയ്താണ് കാണുന്നത്, അതുകൊണ്ട് ഇതിനെ കോൺവെക്സ് എന്ന് പറയുന്നു. എന്നാൽ പോസ്റ്റീരിയർ സർഫസോ ഉള്ളിലോട്ട് കർവ്ഡ് ആയിട്ട് കാണുന്നത് കൊണ്ട് ആ സർഫസ് കോൺകേവും ആണ്. അത് നമുക്ക് ഈ ഒരു ആന്റീരിയർ പിക്ചറിനകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിൻഭാഗം നിങ്ങൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെൽറ്റൻ ഒന്ന് നോർമലി നിങ്ങൾ ഏതെങ്കിലും അനാട്ടമി ലാബിലൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് സ്കെൽറ്റൻ നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ സ്റ്റേണം എന്നുള്ള ബോൺ എടുത്ത് നോക്കുക. അതിന്റെ മാനുബ്രിയത്തിന്റെ ഫ്രണ്ട് സൈഡ് കോൺവെക്സ് ആയിട്ടും അതിന്റെ ബാക്ക് സൈഡ് പോസ്റ്റീരിയർ സർഫസ് കോൺകേവ് ആയിട്ടുമായിരിക്കും കാണപ്പെടുന്നത്. ഇനി നമുക്ക് 4 ബോർഡറുകളെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് സുപ്പീരിയർ ബോർഡർ, ദാറ്റ് ഈസ് ദ അപ്പർ ബോർഡർ. ഇത്രയും വരുന്ന ഈ സുപ്പീരിയർ ബോർഡറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് തിക്ക്, റൗണ്ടഡ് ആൻഡ് കോൺകേവ്. അതായത് ഈ ഭാഗം തിക്കാണ്, പ്രൊജക്ഷൻ ഇങ്ങനെ റൗണ്ടഡ്, ഷാർപ്പല്ല, റൗണ്ടഡ് ആണ്, കോൺകേവ് ഷേപ്പിലാണ്. ഇവിടെ നോക്കൂ, കോൺകേവ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് മാർക്ഡ് ബൈ ദ സുപ്രാസ്റ്റേണൽ നോച്ച്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർ ജുഗുലാർ നോച്ച് ഓർ ഇന്റർക്ലാവിക്കുലർ നോച്ച് ഇൻ ദ മീഡിയൻ പാർട്ട്. ഇതിന്റെ സെന്റർ പാർട്ടിലുള്ള ഈ ഒരു കേർഡ്, ഈ ഒരു പോർഷൻ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? സുപ്രാസ്റ്റേണൽ നോച്ച്. അതായത് സ്റ്റേണത്തിന്റെ ഏറ്റവും മുകളിലുള്ള നോച്ച്. മറ്റൊരു ബോണ് വന്ന് ചേരുന്ന ഭാഗത്തിനെയാണ് നോച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റേണത്തിന്റെ ഏറ്റവും മുകളിലുള്ള സുപ്രാസ്റ്റേണൽ നോച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് മറ്റു പേരുകളിലും അറിയപ്പെടുന്നു. ജുഗുലാർ നോച്ച്, കാരണം നമ്മുടെ ജുഗുലാർ വെയിൻ പാൽപേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നോച്ച് വളരെയധികം ഉപയോഗകരമാകാറുണ്ട്. ഡോക്ടേഴ്സ് പല പ്രൊസീജിയേഴ്സും ചെയ്യുമ്പോൾ ഈ നോച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പൊസിഷൻ ഐഡന്റിഫൈ ചെയ്താണ് അവിടെ പല ഇൻസേർഷൻ അല്ലെങ്കിൽ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. സോ ദിസ് നോച്ച് ഈസ് നോൺ ആസ് ജുഗുലാർ നോച്ച്. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റർക്ലാവിക്കുലർ നോച്ച്. വൈ? ഇന്റർ മീൻസ് ഇൻ ബിറ്റ്വീൻ. ഇൻ ബിറ്റ്വീൻ ദ ക്ലാവിക്കിൾ, 2 ക്ലാവിക്കിൾ ബോണുകൾക്ക് ഇടയിൽ വരുന്ന നോച്ച് ആയതുകൊണ്ട് ഇതിനെ ഇന്റർ ക്ലാവിക്കുലർ നോച്ച് എന്നാണ് പറയുന്നത്. ക്ലാവിക്കുലർ നോച്ചിന്റെ ഇടയിൽ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ക്ലാവിക്കുലർ ബോൺസിന്റെ ഇടയിൽ വരുന്നത് കൊണ്ട് ഈ നോച്ചിനെ ഇന്റർ ക്ലാവിക്കുലർ നോച്ച് എന്നും പറയുന്നു. അണ്ടർസ്റ്റുഡ്? സുപ്പീരിയർ ബോർഡർ ഈസ് തിക്ക്, റൗണ്ടഡ്, കോൺകേവ്. ഇറ്റ് ഈസ് മാർക്ഡ് ബൈ സുപ്രാസ്റ്റേണൽ നോച്ച്. സുപ്രാസ്റ്റേണൽ നോച്ചിന് തന്നെ 3 പേരുകളുണ്ട്. ജുഗുലാർ നോച്ച് എന്ന് വിളിക്കുന്നു, ഇന്റർക്ലാവിക്കുലർ നോച്ച് എന്ന് വിളിക്കുന്നു, സുപ്രാസ്റ്റേണൽ നോച്ച് എന്ന് വിളിക്കുന്നു. മിഡിലായിട്ടാണ്, മീഡിയൻ പാർട്ടായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ആൻഡ് ബൈ ദ ക്ലാവിക്കുലർ നോച്ച് ഓൺ ഈച്ച് സൈഡ്. ക്ലാവിക്കുലർ നോച്ച് ഓൺ ഈച്ച് സൈഡ്, അതായത് നമ്മുടെ അപ്പർ ബോർഡറിൽ സുപ്രാസ്റ്റേണൽ നോച്ച് മാത്രമല്ല
വീണ്ടും 2 നോച്ച് കൂടെ വരുന്നു, അതായത് 2 ക്ലാവിക്കുലാർ നോച്ചുകൾ കൂടെ വരുന്നു. അതായത് എന്താണ് ഈ നോച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ, ഒരു ബോണ് വന്ന് മറ്റൊരു ബോണിൽ അറ്റാച്ച് ചെയ്യുന്ന അവിടെ ഒരു കേർവ്ഡ് ആയിട്ട് കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നോച്ച് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ സ്റ്റേണത്തിന്റെ അപ്പർ ബോർഡറിൽ ഇവിടെ നമ്മുടെ ഒരു ബോണ് ഇവിടെ ഒരു ക്ലാവിക്കിൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു ബോണ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. തൊട്ടു മുന്നത്തെ പിക്ചറിൽ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ സുപ്രാ ക്ലാവിക്കുലാർ അല്ലെങ്കിൽ സുപ്രാ സ്റ്റേണൽ നോച്ചാണ്, ജുഗുലാർ നോച്ചാണ്, ഇന്റർ ക്ലാവിക്കുലാർ നോച്ചാണ് ഇവിടെ കാണപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെയുമായിട്ട് നമുക്ക് ഇവിടെ ക്ലാവിക്കിൾ, ഈ കാണുന്ന ബോണിനെയാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ഇവിടെയും അതുപോലെ ഒരു ക്ലാവിക്കിൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ക്ലാവിക്കിളിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്ന ക്ലാവിക്കിൾ വന്ന് ഇവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന് എന്ത് വിളിക്കുന്നു? ക്ലാവിക്കുലാർ നോച്ച് എന്ന് വിളിക്കുന്നു. 2 ക്ലാവിക്കുലാർ നോച്ച് ഓൺ ഈച്ച് സൈഡ്. ഓരോ ക്ലാവിക്കുലാർ നോച്ചും ഓരോരോ സൈഡിലായിട്ട് കാണപ്പെടുന്നു. ദ ക്ലാവിക്കുലാർ നോച്ച് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ മീഡിയൽ എൻഡ് ഓഫ് ദ ക്ലാവിക്കിൾ ടു ഫോം സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിന്റ്. അതായത് ഈ ഒരു ഭാഗമാണ് നമുക്ക് സ്റ്റേർണവും ക്ലാവിക്കിളും തമ്മിലുള്ള 2 ബോണുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗം, അല്ല, പരസ്പരം ജോയിൻ ചെയ്യുന്ന ഭാഗത്തിനെയാണ് ജോയിന്റുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പല തരത്തിലുള്ള ജോയിന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് സ്കെൽറ്റൽ സിസ്റ്റത്തിൽ. ഇവിടെ സ്റ്റേർണവും ക്ലാവിക്കിളും ചേരുന്ന ഈ ജോയിന്റിനെ സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിന്റ് എന്ന് പറയുന്നു. ആ ഒരു കേർഡിനെ ക്ലാവിക്കുലാർ നോട്ട്സ് എന്ന് പറയുന്നു. Now you understood about superior border of the manubrium. Clear? Next, the inferior border. Inferior എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഇതാണ് മാനുബ്രിയത്തിന്റെ എൻഡ് പോർഷൻ. അവിടെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് നോക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. Inferior border forms a secondary cartilaginous joint with the body of sternum. സ്റ്റേണത്തിന്റെ ബോഡി പാർട്ടുമായിട്ട് കാർട്ടിലേജസ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഇൻഫീരിയർ ബോർഡർ എന്ന് പറയുന്നത്. ദ മാനുബ്രിയം മേക്സ് എ സ്ലൈറ്റ് ആംഗിൾ വിത്ത് ദ ബോഡി. ഈ മാനുബ്രിയം നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചെറിയൊരു ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് സ്റ്റേർണൽ ആംഗിൾ ഓഫ് ലൂയിസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓൺ വേർഡ് ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് ലൂയിസ് പല പ്രൊസീജിയേഴ്സും ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പൊസിഷനും ഈ ആംഗിൾ ഓഫ് ലൂയിസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാനുബ്രിയം മേക്ക് എ സ്ലൈറ്റ് ആംഗിൾ വിത്ത് ദ ബോഡി. ഈ മാനുബ്രിയം ഈ ബോഡിയുമായിട്ട് ചെറിയൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് എന്ത് പറയുന്നു? സ്റ്റേർണൽ ആംഗിൾ ഓഫ് ലൂയിസ് എന്നാണ് പറയുന്നത്. ഈവൻസ് അറ്റ് ദ സ്റ്റേർണൽ ആംഗിൾ. ഈ ഒരു സ്റ്റേർണൽ ആംഗിളിൽ വരുന്ന സ്ട്രക്ചേഴ്സ്, അതായത് ഇതിന് തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇതിന്റെ മുന്നിലായിട്ട് കാണപ്പെടുന്ന ചില സ്ട്രക്ചറുകൾ എന്തൊക്കെയാണ്? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഇറ്റ് ഡൗൺ. ഫസ്റ്റ് സ്ട്രക്ചർ, ഫോർമേഷൻ ഓഫ് കാർഡിയാക് പ്ലക്സസ്. ഹാർട്ടിന് വേണ്ട കാർഡിയാക് പ്ലക്സസ് ഫോം ചെയ്യുന്നത് ഈ ഒരു ആംഗിൾ ഓഫ് ലൂയിസിലാണ്. സെക്കൻഡ് വൺ, അപ്പർ ലിമിറ്റ് ഓഫ് ബേസ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ബേസ്, ഹാർട്ട് ഇങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതാണ് എപെക്സ്, ഈ മുകൾ ഭാഗമാണ് ബേസ്. ഹാർട്ടിന്റെ അപ്പർ ലിമിറ്റ് ഓഫ് ബേസ് എന്നറിയപ്പെടുന്ന ഈ ആംഗിൾ ഓഫ് ലൂയിസ് ആണ്. ഹാർട്ടിന്റെ ലൊക്കേഷൻ നമുക്ക് കറക്റ്റായിട്ട് നോക്കുന്ന സർജറികളിൽ ഹാർട്ട് എപ്പോഴും ബേസ് എവിടെയാണ് വരുന്നത്? ഈ ആംഗിൾ ഓഫ് ലൂയിസിലാണ്. തേർഡ് വൺ, ആർച്ച് ഓഫ് അയോട്ട സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ഹാർട്ടിൽ നിന്നും പുറത്തോട്ട് വരുന്ന ആർച്ച് ഓഫ് അയോട്ട, അതായത് നമ്മുടെ അസെൻഡിങ് അയോട്ട ഇങ്ങനെ വരുന്നു, എന്നിട്ട് അത് ആർച്ചായി മാറുന്നത്, ആർച്ച് ഓഫ് അയോട്ട തുടങ്ങുന്നത് ഈ ഒരു ആംഗിൾ ഓഫ് ലൂയിസിൽ നിന്ന് ആണ്. ആർച്ച് ഓഫ് അയോട്ട സ്റ്റാർട്ട്സ് ഹിയർ ആസ് കണ്ടിന്യൂവേഷൻ ഓഫ് അസെൻഡിങ് അയോട്ട. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അയോട്ട അസെൻഡിങ് അയോട്ട കഴിഞ്ഞ് ആർച്ച് ഓഫ് അയോട്ട ആയിട്ട് അവിടെ മാറുന്നത്, അല്ലെങ്കിൽ ആ കേർവ്ഡ് ആയിട്ട് മാറുന്നത് ഈ ഒരു ആംഗിൾ ഓഫ് ലൂയിസിലാണ്. അതുപോലെ ആർച്ച് ഓഫ് അയോട്ട എൻഡ്സ് ഹിയർ ടു കണ്ടിന്യൂസ് ഡിസെൻഡിങ് തൊറാസിക് അയോട്ട. ഈ ഒരു അയോട്ട, ആർച്ച് ഓഫ് അയോട്ട കേർവ്ഡ് കഴിഞ്ഞ് തിരിച്ച് ഡിസെൻഡിങ് അയോട്ട ആയിട്ട് താഴോട്ട് പോകാറുണ്ട്. ആ ഡിസെൻഡിങ് അയോട്ട തുടങ്ങുന്നത് ഈ ആംഗിൾ ഓഫ് ലൂയിസിലാണ്. ഇത് കൂടാതെ നമ്മുടെ ലങ്സിലെ ട്രക്കിയ, ലങ്സിലോട്ട് എയർ എൻട്രി ചെയ്യുന്ന വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്ന നെക്കിലൂടെ കടന്നു പോകുന്ന ബ്രോങ്കയ്ക്ക് തൊട്ടു മുന്നിലുള്ള
പൈപ്പ്, ട്രക്കിയ. ഈ ട്രക്കിയ ഡിവൈഡ് ചെയ്ത് ഒരു ട്രക്കിയ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു, ഡിവൈഡ് ചെയ്ത് 2 ബ്രോങ്കൈ ആയിട്ട് മാറുന്നു, 2 ബ്രാഞ്ചസ് ആയിട്ട് മാറുന്ന ആ ഒരു പോയിന്റ് എവിടെയാണ് വരുന്നത്? ഇത് നമ്മുടെ ആംഗിൾ ഓഫ് ലൂയിസിൽ തന്നെ ആണ്. Now we understood how much it is important to know about the angle of Lewis. Angle of Lewis is the common place for formation of cardiac plexus, upper limit of base of heart. Arch of aorta starts here as continuation of ascending aorta. Arch of aorta ends here to continue as a descending thoracic aorta. Trachea divides into 2 branches. It can be asked for any exams. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ, ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഏതൊരു മെഡിക്കൽ പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന അനാട്ടമിയാണ്. ആ അനാട്ടമിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഓരോരോ സ്ട്രക്ചറുകൾ. ഇത് അറിഞ്ഞില്ല എങ്കിൽ, നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സും നന്നായിട്ട് തറവായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് നമുക്ക് സുപ്പീരിയറും ഇൻഫീരിയറും പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ലാറ്ററൽ ബോർഡർ നോക്കാം. നമ്മുടെ മാനുബ്രിയത്തിന്റെ ലാറ്ററൽ ബോർഡർ ഈ സൈഡും റൈറ്റും ലെഫ്റ്റും ബോർഡർ ലാറ്ററൽ ബോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈച്ച് ലാറ്ററൽ ബോർഡർ ഫോംസ് എ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ്. ഈ 2 സൈഡിലും പ്രൈമറി കാർട്ടിലേജിയസ് ജോയിന്റുകൾ ഫോം ചെയ്യുന്നു. എന്തുമായിട്ട്? ഫസ്റ്റ് കോസ്റ്റൽ കാർട്ടിലേജ് ആൻഡ് പ്രസന്റ് എ ഡെമി ഫേസറ്റ് ഫോർ സൈനോവിയൽ ആർട്ടിക്കുലേഷൻ വിത്ത് ദ അപ്പർ പാർട്ട് ഓഫ് ദ സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ്. ഇവിടെ നോക്കൂ, നമ്മുടെ റിബ്സ് തൊട്ട് മുന്നത്തെ പിക്ചർ നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ഒരു മാനുബ്രിയത്തിലോട്ട് 1ാമത്തെ കാർട്ടിലേജ് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഈ ഒരു മാനുബ്രിയം തീരുന്ന ഈ ഭാഗത്ത് 2ാമത്തെ നമ്മുടെ കോസ്റ്റൽ അല്ലെങ്കിൽ റിബ്സും കാർട്ടിലേജസ് ആയിട്ട്, കാരണം റിബ്സ് ഡയറക്ട്ലി അല്ല ഇവിടെ ജോയിൻ ചെയ്യുന്നത്, പകരം റിബ്സിന്റെ ഇവിടെ നിന്ന് ഒരു കാർട്ടിലേജ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കാർട്ടിലേജ് ആണ് ഈ 2 ബോണുകളെയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി കാർട്ടിലേജിയസ് ജോയിന്റ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റിബ് അറ്റാച്ച്ഡ് ബൈ കാർട്ടിലേജ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റിബ് മാത്രമല്ല, തുടർന്നുള്ള ഇവിടെ റിബുകളും കാർട്ടിലേജസ് വഴിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾ കാണുന്നതെല്ലാം കാർട്ടിലേജസ് ആണ്. ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നതാണ് നമ്മുടെ റിബ്സുകൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് കാർട്ടിലേജിയസ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റിബ് ഇവിടെ ഡയറക്ട്ലി ഈ ഒരു ഭാഗത്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അവിടെ കാർട്ടിലേജിയസ് ജോയിന്റ് ആണ്, എന്നാൽ ഈ ഭാഗത്താണ് ഫസ്റ്റ് റിബ് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്നറിയപ്പെടുന്നു? നോച്ച് ഫോർ ഫസ്റ്റ് കോസ്റ്റൽ കാർട്ടിലേജ്. ഫസ്റ്റ് റിബ് കാർട്ടിലേജിൽ അറ്റാച്ച് ചെയ്ത് അത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇവിടെയാണ് ഫസ്റ്റ് റിബ്. ഇനി സെക്കൻഡ് റിബ് എവിടെയാണ്? നമ്മുടെ മാനുബ്രിയത്തിന്റെ ഈ ഭാഗത്തായിട്ട്, മാനുബ്രിയവും ബോഡിയും വരുന്നത്, അതായത് മാനുബ്രിയത്തിന്റെ പകുതി ഭാഗത്തും ബോഡിയുടെ ഫസ്റ്റ് പകുതി ഭാഗത്തുമായിട്ടാണ് ഇവിടെ സെക്കൻഡ് കാർട്ടിലേജ് അല്ലെങ്കിൽ സെക്കൻഡ് റിബ് കാർട്ടിലേജസുമായിട്ട് അറ്റാച്ച് ഇവിടെ ചെയ്യുന്നത്. സോ പകുതി സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജിന്റെ പകുതി ഭാഗം മാനുബ്രിയത്തിലും പകുതി ഭാഗം ബോഡിയിലുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെ 2 ഭാഗത്തും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മാനുബ്രിയവും നമ്മുടെ ബോഡിയും കുറച്ചുകൂടെ ഒന്ന് പരസ്പരം കണക്റ്റഡ് ആകാനും കുറച്ചുകൂടി സ്ട്രോങ് ആകാനും അത് സഹായിക്കുന്നുണ്ട്. യു അണ്ടർസ്റ്റുഡ് what is mean by lateral borders? 2 ബോണുകൾ, 2 റിബ്സുകൾ നമ്മുടെ ഈ ഒരു മാനുബ്രിയത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. സൈഡില് ലാറ്ററൽ ബോർഡറിൽ ഒന്ന് ഫസ്റ്റ് റിബും രണ്ടാമത്തെ റിബും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ്. അപ്പൊ ഇത്രയുമാണ് മാനുബ്രിയത്തിന്റെ പാർട്ടുകൾ. ഇനി ഇവിടെ തീർന്നിട്ടില്ല, മാനുബ്രിയത്തിന്റെ ചില അറ്റാച്ച്മെന്റുകളും കൂടെ നമുക്കൊന്ന് നോക്കണം. ഇവിടെ നോക്കൂ, അറ്റാച്ച്മെന്റ്. ആന്റീരിയർ സർഫസിൽ എന്തൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, പോസ്റ്റീരിയർ സർഫസിൽ എന്തൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, സുപ്രാസ്റ്റേണൽ നോച്ചിൽ എന്തൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ചില മാർജിനായിട്ട് എന്തൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. ആന്റീരിയർ സർഫസ്, അതായത് നമ്മുടെ കാർട്ടിലേജ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേണത്തിന്റെ മാനുബ്രിയത്തിന്റെ ഫ്രണ്ട് സൈഡിൽ എന്തൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഗീവ്സ് ഒറിജിൻ ഫോർ ഓൺ എയ്തർ സൈഡ് ടു ദ പെക്ടോറാലിസ് മേജർ, നമ്മുടെ ബ്രസ്റ്റ് അല്ലെങ്കിൽ ചെസ്റ്റ് മസിൽസ് എന്നറിയപ്പെടുന്ന പെക്ടോറാലിസ് മേജർ, അത് ഒറിജിൻ ചെയ്യുന്നത് ഈ ആന്റീരിയർ സർഫസിൽ നിന്ന് തന്നെയാണ്. പെക്ടോറാലിസ് മേജർ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ മാനുബ്രിയത്തിന്റെ ആന്റീരിയർ സർഫസിൽ നിന്നാണ് പെക്ടോറാലിസ് മേജർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ സ്റ്റേണൽ ഹെഡ് ഓഫ് ദ സ്റ്റേർണോക്ലീഡോ മാസ്റ്റോയിഡ് മസിൽ,
അതായത് നമ്മുടെ നെക്കിന്റെ സ്ട്രക്ചർ അനാട്ടമി നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കേൾക്കുന്നുണ്ട്. സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മസിൽ, ഗീവ്സ് മസിൽ സ്ട്രെങ്ത് ഫോർ ദ നെക്ക് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ട്, പല സർജറികൾ ചെയ്യുമ്പോൾ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിൽ ഓപ്പൺ ചെയ്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ സ്റ്റേർണൽ ഹെഡ് വരുന്നതും നമ്മുടെ ഈ ഒരു മാനുബ്രിയത്തിൻ്റെ ആൻറ്റീരിയർ സർഫസിൽ ആണ്. അപ്പോൾ രണ്ട് മസിൽസ് നമ്മുടെ ആൻറ്റീരിയർ സർഫസ്, മാനുബ്രിയത്തിൻ്റെ ആൻറ്റീരിയർ സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അറ്റാച്ച് ചെയ്യുന്ന ഏതൊക്കെ രണ്ട് മസിൽസ് ആണ്? പെക്ട്രാലിസ് മേജറും സ്റ്റേർണൽ ഹെഡ് ഓഫ് ദ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിലും. സ്റ്റേർണലിന്റെ ഭാഗത്തുള്ള ആ മസിലിന്റെ അതൊരു വലിയ മസിലാണ്. അതിന്റെ സ്റ്റേർണൽ ഹെഡ് വരുന്നതും ഈ മാനുബ്രിയത്തിന്റെ ആൻറ്റീരിയർ സർഫസിൽ ആണ്. ഇനി ഇത് കൂടാതെ നെക്സ്റ്റ് നമുക്ക് പോസ്റ്റീരിയർ സർഫസിനെ കുറിച്ച് പറയാം. നമ്മുടെ മാനുബ്രിയത്തിന്റെ പിൻഭാഗത്ത് എന്തൊക്കെ ഒറിജിൻ ചെയ്യുന്നുണ്ട്? സ്റ്റേർണോ ഹയോയിഡ് പാർട്ട്, നമ്മുടെ സ്റ്റേർണവും നമ്മുടെ ടങ്കിന്റെ ഹയോയിഡ് ബോണിന്റെ പാർട്ടുമായിട്ടുള്ള അപ്പർ പാർട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഒറിജിൻ ചെയ്യുന്നുണ്ട്. സ്റ്റേർണോ തൈറോയിഡ് ലോവർ പാർട്ട്, നമ്മുടെ സ്റ്റേർണവും തൈറോയിഡിന്റെ ലോവർ പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ പോസ്റ്റീരിയർ സർഫസിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ മാനുബ്രിയത്തിന്റെ ലോവർ ഹാഫ് സർഫസ്, നമ്മുടെ ലോവർ പോസ്റ്റീരിയർ സർഫസിന്റെ പോസ്റ്റീരിയർ പിൻഭാഗത്തിന്റെ ലോവർ പാർട്ട്, അതായത് ഈ ഒരു ഭാഗം ലോവർ പാർട്ട്, ഇത് അപ്പർ പാർട്ടാണ്, ഇത് ലോവർ പാർട്ട്. ലോവർ ഹാഫ് സർഫസിൽ എന്തൊക്കെ റിലേഷൻ വരുന്നു? ആർച്ച് ഓഫ് അയോട്ട, ഇവിടെ നോക്കി ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ആർച്ച് ഓഫ് അയോട്ട. അപ്പർ ഹാഫ് അതിന്റെ മുകൾ ഭാഗം എന്തൊക്കെ വരുന്നുണ്ട്? ലെഫ്റ്റ് ബ്രേക്യോസെഫാലിക് വെയിൻ, ഇവിടെ ലെഫ്റ്റ് ബ്രേക്യോസെഫാലിക് വെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് ബ്രേക്യോസെഫാലിക് ആർട്ടറി വരുന്നുണ്ട്. ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി വരുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി വരുന്നുണ്ട്. ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി, ലെഫ്റ്റ് ബ്രേക്യോസെഫാലിക് ആർട്ടറി, അതുപോലെ ലെഫ്റ്റ് ബ്രേക്യോസെഫാലിക് വെയിൻ, ഇതെല്ലാം ഈ ഒരു അപ്പർ പാർട്ടിൽ വരുന്നുണ്ട്. ലാറ്ററൽ പോർഷൻസ്, സർഫസിന്റെ ലാറ്ററൽ പോർഷൻസ് ആണെങ്കിലോ അവിടെ നമുക്ക് ലങ്സിന്റെയും പ്ലൂറയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റിലാണ് ഇത് വരുന്നത്, അവിടെയാണ് നമ്മുടെ ലങ്സ് കാണപ്പെടുന്നത്. ലങ്സിനെ കവർ ചെയ്ത് പ്ലൂറ കാണുന്നുണ്ട്. അതിന്റെ ലാറ്ററൽ സർഫസും ഇവിടെ നമ്മുടെ മാനുബ്രിയത്തിന്റെ ലാറ്ററൽ സർഫസിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ യു ഷുഡ് നോ അബൌട്ട് ദ വാട്ട് ആർ ദ structures attached to the manubrium or all the part of the sternum. സ്റ്റേർണത്തിന്റെ പല ഭാഗങ്ങളിൽ എന്തൊക്കെ പാർട്ടുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ മസിലുകൾ ഒറിജിൻ ചെയ്യുന്നു? ആൻറ്റീരിയർ സർഫസിൽ പെക്ട്രാലിസ് മസിലും സ്റ്റേർണൽ ഹെഡ് ഓഫ് ദ സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് മസിലും ഒറിജിൻ ചെയ്യുന്നുണ്ട്. പോസ്റ്റീരിയർ സർഫസിൽ സ്റ്റേർണോ ഹയോയിഡ്, ഇവിടെ നോക്കൂ പിൻഭാഗത്ത് സ്റ്റേർണോ ഹയോയിഡ് മസിലും സ്റ്റേർണോ തൈറോയിഡ് മസിലും ഇവിടെ നിങ്ങൾക്ക് കാണാം, സ്റ്റേർണോ തൈറോയിഡ് മസിൽസും ഒറിജിൻ ചെയ്യുന്നുണ്ട്. ലോവർ ഹാഫ് ഓഫ് ദ സർഫസ് ആർച്ച് ഓഫ് അയോട്ടയും പിന്നെ അപ്പർ ഹാഫിൽ ലെഫ്റ്റ് ബ്രേക്യോസെഫാലിക് വെയിൻ, ബ്രേക്യോസെഫാലിക് ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, പിന്നെ ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി, ഇതെല്ലാം ആ ഭാഗത്താണ് അറ്റാച്ച് ചെയ്ത് വരുന്നത്. ലാറ്ററൽ പോർഷൻസിലെ ലങ്സും പ്ലൂറയും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി സുപ്രാസ്റ്റേണൽ നോച്ച്, ഈ ഒരു ഭാഗം ഏറ്റവും മുകളിൽ സുപ്രാസ്റ്റേണൽ നോച്ച്, ഇറ്റ് ഗീവ്സ് അറ്റാച്ച്മെന്റ് ടു ദ ലോവർ ഫൈബേഴ്സ് ഓഫ് ഇന്റർക്ലാവിക്കുലാർ ലിഗമെന്റ്. അതായത് ഇങ്ങനെ ഒരു ക്ലാവിക്കിൾ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ക്ലാവിക്കിൾ വരുന്നുണ്ട്, ഇതിനിടയ്ക്കാണ് നമ്മുടെ മാനുബ്രിയം കാണപ്പെടുന്നത്. ഈ രണ്ട് ക്ലാവിക്കിളും ഇവിടെ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ ഇവയെ കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സ്റ്റേർണത്തിന്റെ സുപ്രാസ്റ്റേണൽ നോച്ചുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ പല ലിഗമെന്റ്സ്, ഇന്റർക്ലാവിക്കുലാർ ലിഗമെന്റ്സ് കാണപ്പെടുന്നുണ്ട്. എന്ത് കാണപ്പെടുന്നു? ഇന്റർക്ലാവിക്കുലാർ ലിഗമെന്റ് കാണപ്പെടുന്നു. ദ മാർജിൻ ഓഫ് ഈച്ച് ക്ലാവിക്കുലാർ നോച്ച്, ഇവിടെ ക്ലാവിക്കുലാർ നോച്ചുകളുണ്ട് രണ്ട് സൈഡിലും. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേർണോ ക്ലാവിക്കുലാർ ജോയിന്റിന്റെ, സ്റ്റേർണോ ക്ലാവിക്കുലർ നമ്മൾ ജോയിന്റ് ചെയ്യുന്നതിന്റെ അവിടെ ഒരു അറ്റാച്ച് അല്ലെങ്കിൽ ക്യാപ്സ്യൂള് അവിടെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്. അതെല്ലാം കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ അതിന്റെ മാർജിൻസും കാണപ്പെടുന്നുണ്ട്. സോ ദീസ് ആർ ദ അറ്റാച്ച്മെന്റ് ഓഫ് manubrium. Now you understood what are the topics coming under manubrium. Manubrium എന്ന് പറയുന്ന സിംഗിൾ സെന്റൻസിൽ പറയാനുള്ളതല്ല. There are so many details about manubrium. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലോട്ട് പോകാം. രണ്ടാമത്തെ പാർട്ടിലോട്ട് പോകുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നമ്മുടെ ലേൺ നഴ്സിംഗ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ
നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 7th സെമസ്റ്റർ വരെയുള്ള നഴ്സിംഗ് സ്റ്റുഡൻസിന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന തെറവായിട്ട് എടുക്കുന്ന മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നഴ്സിംഗ് സിലബസിന്റെ ക്ലാസ്സസ് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 7th സെമസ്റ്റർ വരെ നമ്മൾ കൊടുത്തു വരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8891272927 എന്നുള്ള നമ്മുടെ ഓഫീസ് നമ്പറിൽ വാട്സപ്പ് ചെയ്തോ വിളിച്ചോ കാര്യങ്ങൾ ചോദിച്ചറിയാം. വളരെ ചെറിയൊരു ഫീസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് പഠിക്കേണ്ട അതിന് വേണ്ടിയിട്ടുള്ള സെലക്റ്റീവ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ MCQസും അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു ഓരോ 6 മാസത്തിലും ഓരോ സെമസ്റ്ററിലും നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള അവസരവും ഞങ്ങൾ തരുന്നുണ്ട്. ഈ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ തറവായിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ്സസ് കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ കിട്ടും. നിങ്ങളുടെ എക്സാം തീരുന്നത് വരെ എത്ര തവണ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കേട്ടും കണ്ടും പഠിക്കാം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അത്രയും കാര്യം ഞാനിവിടെ ഒന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സ്റ്റേണത്തിനെ കുറിച്ച് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തെ പാർട്ട്, സ്റ്റേണത്തിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? ബോഡി ഓഫ് സ്റ്റേണം. ദാറ്റ് മീൻസ് ഫ്രം ഹിയർ ടു ഹിയർ. ദിസ് ഈസ് ബോഡി ഓഫ് സ്റ്റേണം. ബോഡി ഓഫ് സ്റ്റേണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ലോങ്ങർ, നാരോവർ ആൻഡ് തിന്നർ ദാൻ മാനുബ്രിയം. ഒരുപാട് തിന്നല്ല, എന്നാൽ പോലും നമ്മൾ മാനുബ്രിയത്തിനെ വെച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് തിന്നർ ദാൻ മാനുബ്രിയം, നാരോവർ ദാൻ മാനുബ്രിയം ആൻഡ് ലോങ്ങർ ദാൻ manubrium. It is lengthy bone part. It is widest close to lower end. മുകളിലുള്ള പാർട്ടിനേക്കാളും താഴോട്ട് വരുന്തോറും ഇച്ചിരി വീതി കൂടി വരുന്നു. It is wider close to lower end. നമ്മൾ അതിന്റെ പ്രത്യേകത എന്ത് പറഞ്ഞു? ഷേപ്പിനെ കുറിച്ച് ലോങ്ങർ ആണെന്ന് പറഞ്ഞു, നാരോവർ ആണെന്ന് പറഞ്ഞു, തിന്നർ ആണെന്ന് പറഞ്ഞു, ദാൻ മാനുബ്രിയം. ആൻഡ് ഇറ്റ് ഈസ് വൈഡസ്റ്റ് ക്ലോസ് ടു ലോവർ എൻഡ് എന്നും പറഞ്ഞു. താഴ്ഭാഗത്തോട്ട് വരുന്നതോറും ഇച്ചിരി വീതി കൂടുതലാണെന്നും പറഞ്ഞു. ഇനി ഇതിന് എത്ര സർഫസും ബോർഡറും ഉണ്ടെന്ന് നോക്കാം. ഇറ്റ് ഹാസ് 2 surfaces, that is anterior and posterior, same like manubrium. ഇവിടെയും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എന്നുള്ള 2 സർഫസസും 2 ലാറ്ററൽ ബോർഡറുകളുമാണ് കാണപ്പെടുന്നത്. 2 ലാറ്ററൽ ബോർഡറുകളുണ്ട്. ഏതൊക്കെയാണത്? അതിൻ്റെ 2 എൻഡുകൾ, അപ്പർ എൻഡും ലോവർ എൻഡും എന്നുള്ള 2 എൻഡും 2 ലാറ്ററൽ ബോർഡറുകളും കാണപ്പെടുന്നു. നമുക്ക് ഓരോന്നിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. മാനുബ്രിയം പഠിച്ച അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കാം. ആൻറ്റീരിയർ സർഫസ്, ഇറ്റ് ഈസ് നിയർലി ഫ്ലാറ്റ്. ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ്. ഡയറക്റ്റഡ് ഫോർവേഡ്സ് ആൻഡ് സ്ലൈറ്റ്ലി അപ്വേർഡ്സ്. ഫ്രണ്ടിലോട്ടും മുകളിലോട്ടുമായിട്ട് ആണ് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് മാർക്ഡ് ബൈ 3 ഇൽ ഡിഫൈൻഡ് ട്രാൻസ്വേഴ്സ് റിഡ്ജസ്. ഇതിനിടയിൽ 3 റിഡ്ജസ്, ഒരു അത്ര കൃത്യമായിട്ട് ഇന്ന ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും 3 റിഡ്ജസ്, ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ്, അതാണ് നമ്മൾ പറഞ്ഞത്. ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ടു ലെഫ്റ്റ്, അതാണ് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള 3 റിഡ്ജസ് ഇവിടെ കാണുന്നുണ്ട്. അവിടെ 3 ലൈൻ ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. 1, 2, 3 എന്നുള്ള 3 ലൈൻ, അതായത് 4 സെഗ്മെന്റുകളായിട്ട് തിരിക്കുന്ന ഒന്നാമത്തെ സെഗ്മെന്റ്, രണ്ടാമത്തെ സെഗ്മെന്റ്, മൂന്നാമത്തെ സെഗ്മെന്റ്, നാലാമത്തെ സെഗ്മെന്റ്, അങ്ങനെ 4 സെഗ്മെന്റുകളായിട്ട് തിരിക്കുന്ന 3 ലൈനുകൾ കൊണ്ട് തിരിക്കുന്ന ഒരു റിഡ്ജസ് ആണ് അവിടെ കാണപ്പെടുന്നത്. ഈ 3 ഭാഗത്തിന്, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വേർട്ടിബ്രൽ കോളത്തിൽ ഓരോ വേർട്ടിബ്രയും ചേരുമ്പോൾ നമ്മൾ അതിനെ ആ ഓരോ ബോണുകൾ ചേരുമ്പോൾ അതിനെ വേർട്ടിബ്രേ എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഭാഗത്തിന് എന്ത് പറയുന്നു? സ്റ്റേർണബ്രേ എന്നാണ് പറയുന്നത്. ഈ റിഡ്ജസിനെ എന്ത് പറയുന്നു? സ്റ്റേർണബ്രേ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റേർണത്തിന്റെ ബോഡിയിൽ എത്ര സ്റ്റേർണബ്രേ ഉണ്ട്? 3 സ്റ്റേർണബ്രേ, അല്ല 4 സ്റ്റേർണബ്രേ. 3 റിഡ്ജസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 4 സ്റ്റേർണബ്രേ അല്ലെങ്കിൽ 4 സ്മോൾ സെഗ്മെന്റ്സ്, അതിന് 4 സ്റ്റേർണബ്രേ എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളിത് ഇതുവരെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ ബോണും പഠിക്കേണ്ടത്. ആൻറ്റീരിയർ സർഫസ് ഇസ് നിയർലി ഫ്ലാറ്റ്, ഡയറക്റ്റഡ് ഫോർവേഡ് ആൻഡ് സ്ലൈറ്റ്ലി അപ്വേർഡ്. ഇതിൽ 3 ട്രാൻസ്വേഴ്സ് റിഡ്ജസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ലൈനുകളുണ്ട്. ഈ 3 ലൈനുകൾ കൊണ്ട് ഈ ബോഡിയെ 4 സെഗ്മെന്റ് ആയിട്ട് തിരിക്കുന്നു. അതിൽ ഓരോ സെഗ്മെന്റിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റേർണബ്രേ.
You understood about the anterior surface of the body of sternum. Second part, posterior surface, ഇതിന്റെ ബാക്ക് സൈഡ്. അത് സ്ലൈറ്റ്ലി കോൺകേവ് ആണ്. ചെറിയ ചെറിയ ട്രാൻസ്വേഴ്സ് ലൈൻ, ലെസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ലൈൻസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി ലാറ്ററൽ ബോർഡറിനെ കുറിച്ച് പറഞ്ഞാലോ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ചെറിയ ചെറിയ കേർവ്സ്. അതായത് ഈ ഓരോ കർവും നമ്മുടെ ഓരോ റിബ്സുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്ന നോച്ചുകളാണ്. ലാറ്ററൽ ബോർഡേഴ്സ് ഫോം സൈനോവിയൽ ജോയിന്റ്സ് വിത്ത് ദ ലോവർ പാർട്ട് ഓഫ് ദ സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് ടു തേർഡ് to 6th coastal cartilage and upper half of the 7th coastal cartilage. ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യത്തെ ഭാഗത്ത് നമ്മുടെ ബോഡിയുടെ അപ്പർ പാർട്ടിൽ രണ്ടാമത്തെ കോസ്റ്റൽ കാർട്ടിലേജിന്റെ പകുതി നമ്മുടെ മാനുബ്രിയത്തിൽ പോയി പകുതി ഭാഗം കാണപ്പെടുന്നത് രണ്ടാമത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് കോസ്റ്റൽ കാർട്ടിലേജ്, തേർഡ് റിബ്സ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ 4th ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ 5th ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ 6th വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇനി ഇവിടെ 7th പകുതി ഭാഗം 7th ഇവിടെയും വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അപ്പർ ഹാഫ് 7th കാർട്ടിലേജിന്റെ പകുതി ഭാഗം ഇവിടെയും വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് ലാറ്ററൽ ബോർഡർ. രണ്ട് സൈഡിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് 7th വരെ. സെക്കൻഡിന്റെ പകുതി തുടങ്ങി 7th പകുതി വരെ, ബാക്കിയുള്ള ഇടയ്ക്കുള്ളതെല്ലാം ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ലാറ്ററൽ ബോർഡിലാണ് റിബ്സ് കാർട്ടിലേജസ് ജോയിന്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോർഡർ കഴിഞ്ഞ സ്ഥിതിക്ക് എൻഡുകൾ നോക്കാം. അപ്പർ എൻഡും ലോവർ എൻഡും. അപ്പർ എൻഡ് ഫോം സെക്കൻഡറി കാർട്ടിലേജസ് ജോയിന്റ് വിത്ത് ദ മാനുബ്രിയം. നമ്മളിവിടെ നേരത്തെ പഠിച്ചു, സ്റ്റേണൽ ആംഗിളോട് കൂടി നമ്മുടെ മാനുബ്രിയമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അപ്പർ എൻഡും. ലോവർ എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ് എ പ്രൈമറി കാർട്ടിലേജസ് ജോയിന്റ് വിത്ത് സിഫിസ്റ്റേണം. മൂന്നാമത്തെ ഈ എൻഡ് പാർട്ടായിട്ടുള്ള സിഫിസ്റ്റേണം അല്ലെങ്കിൽ സിഫോയിഡ് പ്രോസസ്സുമായിട്ട് ഇവിടെ കാർട്ടിലേജസ് ജോയിന്റ്, പ്രൈമറി കാർട്ടിലേജസ് ജോയിന്റ് ഇവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് ലോവർ end of the body of the sternum. Now you understand about the body of sternum: anterior surface, posterior surface, lateral borders, upper end and lower end. ഇവിടെയും ഈ ബോഡി ഓഫ് സ്റ്റേണത്തിലും ചില സ്ട്രക്ചേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് വരുന്നില്ല, എന്നാൽ പോലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാനൊന്നിവിടെ പറയാം. ഒന്നാമത്തത് ആൻറ്റീരിയർ സർഫസിൽ, അതായത് ഫ്രണ്ട് സൈഡിൽ പെക്ടറാലിസ് മേജർ മസിലിന്, നമ്മുടെ പെക്ടറാലിസ് മേജർ മസിൽസ്, ചെസ്റ്റ് മസിൽസ് ആയിട്ടുള്ള, ബ്രസ്റ്റ് മസിൽസ് ആയിട്ടുള്ള പെക്ടറാലിസ് മേജർ മസിൽസിന് ഒറിജിൻ, ആ ഒരു മസിൽ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ മാത്രം, മാനുബ്രിയത്തിൽ മാത്രമല്ല നമ്മുടെ ബോഡി ഓഫ് ദ സ്റ്റേണത്തിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലോവസ്റ്റ് പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ പിൻഭാഗത്ത്, അതിന്റെ ലോവസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേണോ കോസ്റ്റാലിസ് മസിൽ, നമ്മുടെ സ്റ്റേണവും നമ്മുടെ റിബ്സുകളും നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന മസിൽസും അവിടെ ഒറിജിൻ ചെയ്യുന്നുണ്ട്. ഇനി ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മീഡിയൻ പ്ലെയിൻ, നമ്മുടെ ഈ ഒരു ബോഡി ഓഫ് ദ സ്റ്റേണത്തിന്റെ മീഡിയൻ പ്ലെയിനിൽ റൈറ്റ് സൈഡിൽ പോസ്റ്റീരിയർ സർഫസ് റിലേറ്റഡ് ടു ആന്റീരിയർ ബോർഡർ ഓഫ് ദ ലങ്, റൈറ്റ് ലങ്ങിന്റെയും റൈറ്റ് പ്ലൂറയുടെയും അറ്റാച്ച്മെന്റ് നമ്മുടെ പോസ്റ്റീരിയർ സർഫസിൽ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഓൺ ദ ലെഫ്റ്റ് സൈഡ് upper two pieces of body are related to left lung and pleura. ഇവിടെ റൈറ്റ് സൈഡിൽ ലോവർ പോർഷനിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ, ലങ്സും പ്ലൂറയും അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ എന്താണ്, അപ്പർ പാർട്ടിലാണ് ലങ്സും പ്ലൂറയും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ലെഫ്റ്റ് സൈഡിന്റെ ലോവർ പാർട്ടിൽ പെരികാർഡിയം. ആരാണ് ഈ പെരികാർഡിയം? ഹാർട്ടിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ലെയർ ആണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിന്റെ 2 പീസ് അവിടെ ലോവർ പാർട്ടിൽ, പോസ്റ്റീരിയർ സർഫസിന്റെ ലോവർ പാർട്ടിലും അറ്റാച്ച് ചെയ്യുന്നത്. കാരണം അതിന്റെ പിന്നിലായിട്ടാണ് നമ്മുടെ ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹാർട്ടിന്റെ പെരികാർഡിയവും അവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് പിൻഭാഗത്ത്. ഇനി between the facets of articulation with the costal cartilages, the lateral borders provide attachment to the external intercostal membranes. നമ്മുടെ റിബ്സുകൾക്ക് ഇടയിലായിട്ട് ഇന്റർകോസ്റ്റൽ മസിൽസ് കാണപ്പെടുന്നുണ്ട്, ഇന്റർകോസ്റ്റൽ മെംബ്രൈൻസ് കാണപ്പെടുന്നുണ്ട്, എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള മസിൽസ് കാണപ്പെടുന്നുണ്ട്. അവയ്ക്കും നമ്മുടെ ഈ ഒരു സ്റ്റേണത്തിന്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് ബോഡി ഓഫ് സ്റ്റേണത്തിന്റെ അറ്റാച്ച്മെന്റ്. ആന്റീരിയർ സർഫസിലെ പെക്ടറാലിസ് മേജർ മസിലും പോസ്റ്റീരിയർ സർഫസിൽ സ്റ്റെർക്കോ കോസ്റ്റാലിസ് മസിലും ഒറിജിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ആന്റീരിയർ ബോർഡറിൽ തന്നെ
നമ്മുടെ റൈറ്റ് സൈഡിൽ മീഡിയൻ പ്ലെയിനിലായിട്ട് പോസ്റ്റീരിയർ സർഫസിൽ നമ്മുടെ ലങ്സിന്റെ പ്ലൂറയും അറ്റാച്ച് ചെയ്യുന്നു. ലങ്സും പ്ലൂറയും, അല്ലെങ്കിൽ ടോട്ടലി നിങ്ങൾക്ക് പറയാം ലങ്സും പ്ലൂറയും നമ്മുടെ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ബോഡി ഓഫ് ദ സ്റ്റേണത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ പെരികാർഡിയവും, ലങ്സിന്റെ മാത്രമല്ല ഹാർട്ടിന്റെ പെരികാർഡിയവും പോസ്റ്റീരിയർ സർഫസിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മുടെ കോസ്റ്റൽ കാർട്ടിലേജസിന് ഇടയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ മെംബ്രൈൻസും നമ്മുടെ ഈ ഒരു ബോഡി ഓഫ് സ്റ്റേണത്തിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ സെക്കൻഡ് പാർട്ട് ഓഫ് സ്റ്റേണം? ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ്, അത് നല്ലതായാലും മോശമായാലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് എന്തെങ്കിലും വേണമെങ്കിലും അതും കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. കാരണം നമ്മുടെ പൊതുവെയുള്ള ഒരു ടെൻഡൻസിയാണ്, കുട്ടികളുടെ ഒരു ടെൻഡൻസിയാണ്, ക്ലാസ്സുകളെല്ലാം കാണും, അവർക്കെല്ലാം പഠിക്കുകയും ചെയ്യും, പക്ഷേ അവർ കമന്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഒരു സജഷൻസ് പറയാനോ ഒരു സെക്കൻഡ്, ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ ഒന്ന് എടുക്കാൻ മടിക്കുന്നവരാണ്. അങ്ങനെ ചെയ്യരുത്. ക്ലാസ്സുകൾ എടുത്തു തരിക എന്ന് പറയുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ക്ലാസ്സുകൾ എടുത്തു തരാനും അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് എഫേർട്ട് ഉണ്ട്. അതിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതുക. ഇനി നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഫൈനൽ പാർട്ടിലോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ സ്റ്റേണത്തിൻ്റെ മൂന്നാമത്തെ പാർട്ട്, ദാറ്റ് ഈസ് സിഫോയിഡ് പ്രോസസ് അല്ലെങ്കിൽ സിഫിസ്റ്റേണം. Xiphoid process is the smallest part of the sternum, that is the end portion. First cartilaginous, but in adult it become ossified near its upper end. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന കാർട്ടിലേജസ് പാർട്ടാണ് ഈ ഒരു സിഫോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ എന്നാൽ അത് കുഞ്ഞുങ്ങൾ വളർന്ന് അഡൾട്ടായി മാറുമ്പോൾ ഓസിഫൈഡ് ആയിട്ട് കംപ്ലീറ്റ്ലി ബോൺ പാർട്ടായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത greatly in shape, it varies in greatly in shape and may be bifid, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനുള്ളിൽ ഒരു പെർഫോറേറ്റഡ് ആയിട്ടോ ഒരു ഹോൾ ഉള്ളതായിട്ടോ കാണാം. അതും നമ്മുടെ അബ്ഡമിന്റെ മുകളിൽ എപ്പിഗാസ്ട്രിക് റീജിയന്, നമ്മുടെ അബ്ഡമിനൽ കാവിറ്റിയുടെ എപ്പിഗാസ്ട്രിക് റീജിയൻ, അബ്ഡമിന്റെ 9 റീജിയൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിലെ എപ്പിഗാസ്ട്രിക് റീജിയന് തൊട്ടു മുകളിലായിട്ടാണ് ഇത് ഈ ഒരു സിഫിസ്റ്റേണം അല്ലെങ്കിൽ സിഫോയിഡ് പ്രോസസ്സ് കാണുന്നത്. ഇറ്റ്സ് വെരി സ്മോളസ്റ്റ് പാർട്ട്, first cartilaginous part, but when the person become adult, it become ossified and become bone and varies in shape. ബൈഫിഡ് ആയിട്ടോ പെർഫോറേറ്റഡ് ആയിട്ടോ ഇത് കാണാം. എപ്പിഗാസ്ട്രിക് ഫോസയ്ക്ക് മുകളിലായിട്ട് അതിൻ്റെ ഫ്ലോറിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഒരു ചെറിയ പാർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്തുള്ള പല മസിൽസും ഈ ഒരു ഭാഗത്ത് വന്നാണ് അറ്റാച്ച് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവിടെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. ആൻറ്റീരിയർ സർഫസിൽ മീഡിയൽ ഫൈബേഴ്സ് ഓഫ് ദ റെക്ടസ് അബ്ഡോമിനിസ്, നമ്മുടെ അബ്ഡമിന്റെ ഭാഗത്തുള്ള മസിലാണ് റെക്ടസ് അബ്ഡോമിനിസ്. അത് കൂടാതെ എപ്പോന്യൂറോസിസ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഒബ്ലിക് മസിൽസ് ഓഫ് ദ അബ്ഡമൻ. അബ്ഡമിന്റെ തന്നെ മറ്റു മസിൽസ് ആണ്. ഇന്റേണൽ ഒബ്ലിക് മസിൽസ് ഉണ്ട്, എക്സ്റ്റേണൽ ഒബ്ലിക് മസിൽസ് ഉണ്ട്. അതിൽ ഇന്റേണൽ ഒബ്ലിക് മസിൽസിന്റെ എപ്പോന്യൂറോസിസ്, അതിന്റെ അറ്റാച്ച്മെന്റ് ടെൻഡോൺസ്, അതാണ് അപ്പോന്യൂറോസിസ് എന്ന് പറയുന്നത്. അതും റെക്ടസ് അബ്ഡോമിനിസും ഒക്കെ നമ്മുടെ ഈ ഒരു സിഫിസ്റ്റേണത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആന്റീരിയർ സർഫസിൽ. ഇനി ഇതിന്റെ പോസ്റ്റീരിയർ സർഫസിൽ എന്താണ് അറ്റാച്ച് ചെയ്യുന്നത്? ഡയഫ്രം. ഇതിന്റെ നമ്മുടെ തൊറാസിക് കാവിറ്റിയുടെ ലോവർ പാർട്ടായിട്ടുള്ള ഡയഫ്രം, നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽ ഡയഫ്രം, അത് ഒറിജിൻ ചെയ്യുന്നത് ഈ സിഫിസ്റ്റേണസിന്റെ പോസ്റ്റീരിയർ സർഫസിൽ നിന്നാണ്. അതുപോലെ തന്നെ ആന്റീരിയർ സർഫസ് ഓഫ് ദ ലിവർ, ആന്റീരിയർ സർഫസ് ഓഫ് ദ ലിവറുമായിട്ടും ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാരണം റൈറ്റ് സൈഡ് ഓഫ് ദ അബ്ഡമൻ ആണ് അപ്പർ റീജിയൻ ഓഫ് ദ അബ്ഡമൻ, റൈറ്റ് സൈഡ് ഓഫ് ദ അപ്പർ റീജിയൻ ഓഫ് ദ അബ്ഡമൻ, അവിടെയാണ് ലിവർ കാണപ്പെടുന്നത്. അവിടെ ലിവറും ഈ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സിഫോയിഡ് പ്രോസസ്സിന്റെ ലാറ്ററൽ ബോർഡേഴ്സിൽ എന്തൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്? ഇന്റേണൽ ഒബ്ലിക് മസിൽസും ട്രാൻസ്വേഴ്സസ് അബ്ഡമിനസ് മസിൽസിന്റെയും ടെൻഡോൺസ്, ആ മസിൽസുമായിട്ട് നമ്മുടെ ഈ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ടെൻഡോൺസ്, അതാണ് എപ്പോന്യൂറോസിസ് എന്ന് പറയുന്നത്. എപ്പോന്യൂറോസിസ് ഓഫ് ഇന്റേണൽ ഒബ്ലിക് മസിൽസ് and transversus abdominal muscles joined in the lateral borders of xiphoid process. ഈ lateral bordersൽ ഈ ടെൻഡോൺസ് എപ്പോന്യൂറോസിസും
അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ അപ്പർ എൻഡിന്റെ പ്രത്യേകത ഇത് ബോഡിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു, സ്റ്റേണത്തിന്റെ ബോഡിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ലോവർ എൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ലീനിയർ ആൽബോയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഓരോ ടേംസ് നിങ്ങളോട് കേൾക്കുന്നുണ്ട്, എന്താണ് ലീനിയർ ആൽബോ എന്ന്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, നമ്മൾ അബ്ഡോമിനൽ മസിൽസ് പഠിക്കുമ്പോൾ അതവിടെ പറഞ്ഞു തരാം. ലോവർ എൻഡ് അഫോർഡ്സ് attachment to the linear alba. Now you understood about all the 3 parts of sternum. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ച സ്റ്റേണത്തിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ദ ലൊക്കേഷൻ സ്ട്രക്ചർ ഓഫ് സ്റ്റേണം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങൾ എല്ലാവരും മടിയന്മാരാണ് ഈ കാര്യത്തിൽ. ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എഴുതാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.